നമസ്കാരം. യുദ്ധക്കപ്പലുകളുടെ അന്തകൻ ഇറാനിൽ നിന്നും മിസൈലുകളാൽ ഇറാൻ അമേരിക്കയെ കത്തിക്കുന്നു. USS ഇബ്രഹാം ലിങ്കനെ പോലും വിറപ്പിക്കുന്ന യുദ്ധക്കപ്പലുകളുടെ അന്തകൻ അങ്ങ് ഇറാനിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. മിസൈലുകളല്ല, അദൃശ്യമായിട്ടുള്ള ശത്രുമാണ്. ലോകശക്തിയുടെ പ്രതീകമായിട്ടുള്ള USS ഇബ്രഹാം ലിങ്കൻ സമുദ്രത്തിലൂടെ നീങ്ങുമ്പോൾ അതിനെ തകർക്കാൻ അത്യാധുനിക മിസൈലുകൾക്കോ ടോർപിഡോകൾക്കോ പോലും സാധിക്കണമെന്നില്ല. എന്നാൽ കണ്ണിൽ കാണാത്ത, ഒട്ടും ശബ്ദമില്ലാത്ത ഒരു ശത്രുവും ഈ ഭീമാകാരമായിട്ടുള്ള കപ്പലിനെ ഓരോ നിമിഷവും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആയുധപ്പുരകളിൽ നിർമ്മിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള സാറ്റ്കൊറേഷൻ അല്ലെങ്കിൽ ഉപ്പുമൂടലാണ്. വർഷങ്ങളോളം തുടർച്ചയായി കപ്പലിന്റെ ഉരുക്ക് കവചങ്ങളെ കാർന്നു തിന്നുന്ന ഈ നിശബ്ദ യുദ്ധം ശത്രുരാജ്യങ്ങളുടെ ആക്രമണത്തെക്കാൾ വലിയ സാമ്പത്തിക സാങ്കേതിക പ്രതിസന്ധിയാണ് നാവികസേനയ്ക്ക് സൃഷ്ടിക്കാൻ പോകുന്നത്. കടലിന്റെ മേൽഭാഗത്ത് കാറ്റിനൊപ്പം പടരുന്ന ചെറുതും അതിസൂക്ഷ്മവുമായിട്ടുള്ള ഉപ്പുവെള്ളത്തുള്ളികളും ഉയർന്ന സോഡിയം ക്ലോറൈഡ് സാന്ദ്രതയും അടങ്ങിയ ഈ മൂടൽമഞ്ഞ് പ്രത്യേകിച്ച് ചൂടും ആർദ്രതയും കൂടിയ സമുദ്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഭീമൻ ഘടനയായി തോന്നുന്ന ഈ വിമാനവാഹിനി കപ്പലിന്റെ ഉള്ളറകളിലേക്ക് പോലും ഈ അദൃശ്യ ശത്രു കയറി ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധക്കപ്പലിന്റെ യഥാർത്ഥ പോരാട്ടം പലപ്പോഴും സമുദ്രത്തോടും കാലാവസ്ഥയോടും നാശത്തോടുമാണ് നടക്കുന്നത്. സാധാരണയായിട്ട് ആളുകൾ കരുതുന്നത് കപ്പലുകളുടെ പുറംഭാഗമാണ് ഉപ്പുവെള്ളത്തിന്റെ ആക്രമണത്തിന് ഏറ്റവും അധികം ഇരയാകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. കടൽ തരംഗങ്ങളിൽ നിന്നുള്ള സ്പ്രേ പുറംഭാഗത്ത് പതിക്കുന്നതിലുപരി ഉപ്പുമൂടലിലെ സൂക്ഷ്മകണങ്ങൾ വായുസഞ്ചാര സംവിധാനങ്ങളുടെയും ഒപ്പം തന്നെ തുറവുകളുടെയും ഡെക്കുകളുടെയും ഒക്കെ കപ്പലിന്റെ താഴത്തെ പല വിഭാഗങ്ങളിലേക്കും കടന്നുകയറുന്നു. ഒരിക്കൽ ഈർപ്പം അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ തന്നെ പതിവായിട്ടുള്ള പരിശോധന നടത്താൻ പ്രയാസമുള്ള ഇടുങ്ങിയ ഭാഗങ്ങളടക്കം ഈ യന്ത്രങ്ങളുടെ ഇടിവഴികളിലുമൊക്കെ ഈ പിറ്റിംഗ് കൊറേഷൻ എന്ന് പറയപ്പെടുന്ന ചെറുകുഴികൾ രൂപപ്പെടുന്നു. ആദ്യം ചെറിയ തുരുമ്പായി തുടങ്ങുന്ന ഈ പ്രക്രിയ കാലക്രമേണ വലിയ ഘടനാപരമായിട്ടുള്ള ദൗർബല്യമായിട്ട് മാറാൻ കഴിയും. ഒരു വിമാനവാഹിനി കപ്പലിൽ ഇതുപോലുള്ള ദൗർബല്യം ഉണ്ടാകുന്ന അതിന്റെ സുരക്ഷയ്ക്കും ദൗത്യക്ഷമതയ്ക്കും നേരിട്ട് തന്നെയുള്ള ഒരു ഭീഷണിയാണ്. അമേരിക്കൻ നേവി ഉപയോഗിക്കുന്ന ഇത്തരം കപ്പലുകളിൽ വെറും ഉരുക്കും യന്ത്രങ്ങളും മാത്രമല്ല, അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും നിറഞ്ഞിരിക്കുന്നതാണ്. റഡാർ, ആശയവിനിമയ ഉപകരണങ്ങൾ, നാവിഗേഷൻ സംവിധാനം, മിസൈൽ നിയന്ത്രണ സോഫ്റ്റ്വെയർ, കൂടാതെ ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻ കൺട്രോൾ യൂണിറ്റുകൾ തുടങ്ങിയ ആയിരക്കണക്കിന് സെൻസിറ്റീവ് സംവിധാനങ്ങൾ ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഹൃദയഭാഗമാണ്. അപ്പോൾ ഉപ്പുമൂടലിലെ സൂക്ഷ്മ ഉപ്പ് പരലുകൾ സർക്യൂട്ട് ബോർഡുകളിലോ കണക്ഷൻ പോയിന്റുകളിലോ അടിഞ്ഞുകൂടുമ്പോൾ വൈദ്യുത ചോർച്ച, ഷോർട്ട് സർക്യൂട്ട്, ഡാറ്റാ പിശക്, സെൻസർ തകരാർ എന്നിവയ്ക്ക് കാരണമായി മാറും. യുദ്ധ സാഹചര്യത്തിൽ ഒരു റഡാർ നിമിഷങ്ങൾക്കകമെങ്കിലും പ്രവർത്തനരഹിതമാകുന്നത് പോലും വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിയന്ത്രിത ഈർപ്പം നിലയുള്ള മുറികൾ സൂക്ഷിക്കുകയും നിരന്തരമായി ശുചീകരിക്കുകയും ചെയ്യുന്നത് അനിവാര്യമായി തീരുന്നു. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾക്ക് ഈ പ്രശ്നം കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇവിടെ USS ഇബ്രഹാം ലിങ്കൻ പോലുള്ള കപ്പലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആണവ റിയാക്ടറുകൾ കർശനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംരക്ഷിക്കപ്പെടുന്നത്. റിയാക്ടറുകളെ ചുറ്റിപ്പറ്റിയുള്ള ഘടനാപരമായിട്ടുള്ള വസ്തുതകളിലും സപ്പോർട്ട് സംവിധാനങ്ങളിലും ദീർഘകാലം ഈർപ്പബാധ ഉണ്ടാക്കുന്നത് അനുവദിക്കാനാവില്ല. അതിനാൽ പ്രത്യേക വെന്റിലേഷൻ സംവിധാനങ്ങൾ, ഡ്രൈ എയർ സർക്കുലേഷൻ, താപനില നിയന്ത്രണം, സീലിംഗ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് റിയാക്ടർ വിഭാഗങ്ങൾ സൂക്ഷ്മതലത്തിൽ പോലും ഈർപ്പം നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇത് വെറും പരിപാലന പ്രവർത്തനമല്ല, ആണവ സുരക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭീഷണിയൊക്കെ ചെറുക്കാൻ പോരുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ വിമാനത്തിനെ തകർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പ്രകൃതി തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചപോലെ യുദ്ധക്കപ്പലുകളുടെ അന്തകൻ എന്ന് പറയപ്പെടുന്ന അങ്ങ് ഇറാനിൽ നിന്ന് ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ പറന്നു വരുന്ന മിസൈലുകളല്ല. ആ മിസൈലുകൾക്കപ്പുറം ഈ പ്രകൃതി തന്നെ നൽകുന്ന ഒരു വരദാനമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകളെ വരിഞ്ഞു മുറുകുകയും ചെയ്യാം. പക്ഷെ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും പലപ്പോഴും ഇറാന്റെ മിസൈലുകൾ അമേരിക്കയെ കത്തിക്കുന്ന തരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. യുദ്ധക്കപ്പലുകളടക്കം മിസൈലുകളിൽ നിന്ന് തീജ്വാലകൾ ഉണ്ടായി അഗ്നിഗോളങ്ങളാക്കി തീർക്കാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നു. ഇനിയും സമാധാനം അകലെയാകുന്ന തരത്തിലേക്ക് ഇറാൻ എത്തിച്ചേരുന്നു. ഇറാന്റെ ഒരേ ഒരു ലക്ഷ്യം ഇസ്രായേലും അമേരിക്കയും തകരുന്ന കാഴ്ച മാത്രമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധക്കപ്പലുകളിലടക്കം മിസൈലുകൾ വർഷിച്ച്
കടലിനുള്ളിൽ തന്നെ ഇറാൻ അമേരിക്കയെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കേണ്ട സമാധാന ചർച്ചകൾ ഒരിടത്തും എത്താതായി പോകുന്നത്. ഈ യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, അമേരിക്ക പ്രയോഗിക്കാൻ പോകുന്ന ഏത് തരത്തിലുള്ള ആയുധങ്ങൾക്കെതിരെയും വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് തറയ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പതിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകൾ, പ്രാദേശിക മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട്. ആ മിസൈലുകളാൽ അമേരിക്കയെ കത്തിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ ചതിച്ചതുപോലെ ഇനിയൊരു ചതി കൂടി താങ്ങുവാനുള്ള കെൽപ്പും കരുത്തും അമേരിക്കയ്ക്ക് ഉണ്ടാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പണ്ടൊരിക്കൽ ഒബാമയ്ക്കും അല്ലെങ്കിൽ അതിനു മുൻപുമൊക്കെ ബൈഡനുമൊക്കെ സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാൻ പലവട്ടം ഇത്തരത്തിലുള്ള ചതികൾ നടത്തുവാനായിട്ട് ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒപ്പം തന്നെ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴൊക്കെ ചില കളികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ആ പ്രസിഡന്റുമാരും വീണിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മണ്ടനായ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന്റെ കരുത്തനായ നേതാവിന്റെ തന്ത്രങ്ങളിൽ വീണു പോവുകയാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ യുദ്ധത്തിലേക്ക് നയിച്ചത്, ആ യുദ്ധം ഉണ്ടാകുവാനുള്ള കാരണക്കാരൻ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഇറാനല്ല, പകരം ഇസ്രായേലായിരുന്നു. ആ ഇസ്രായേൽ കൊളുത്തിവിട്ട മിസൈലുകളാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അടക്കം നിർവീര്യമാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ നിശേഷമാക്കി കളഞ്ഞത്, ഭൂമിയിൽ നിന്ന് തുളച്ചു നീക്കി കളഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇറാൻ തിരിച്ചടി കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ച യുദ്ധം അവരല്ല ഇനി അവസാനിപ്പിക്കാൻ പോകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനിൽ നിന്നുള്ള പ്രാദേശിക മിസൈലുകൾ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടക്കം തകർത്തതിനു ശേഷം മാത്രമായിരിക്കും ഈ യുദ്ധത്തിന്റെ അന്ത്യമെന്ന് പറയുന്നത്.